സങ്കീർത്തനം 32:1 ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ കൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഒരിക്കൽ ഒരു എയർഫോഴ്സിൻ്റെ ഫ്ലൈറ്റ് യുദ്ധവിമാനം പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 പൈലറ്റുമാരുണ്ട്. പെട്ടെന്ന് ശത്രുക്കൾ അതിൻ്റെ വെടിവെച്ച് താഴെയിട്ടു. ഇത് പോയി ഇങ്ങനെ കടലിൽ വീണു. 2 പൈലറ്റുമാരും രക്ഷപ്പെട്ടു, ഫ്ലൈറ്റിന് രക്ഷപ്പെട്ടു. അതിനകത്തുണ്ടായിരുന്ന ചെറിയൊരു ബോട്ട് പോലുള്ള റാഫ്റ്റിനകത്ത് കയറി കടലിൽ കൂടി ഇങ്ങനെ നടക്കുക. ദിവസങ്ങളായി രക്ഷിക്കാൻ ആൾക്കാർ വരുമെന്ന് വിചാരിച്ച് ആരും വന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിൽ സീനിയർ പൈലറ്റ് പ്രാർത്ഥിച്ചതിൻ്റെ ദൈവമേ, ഞാനൊരു പാപിയാണ്, ഞാൻ ചർച്ചിലൊന്നും പോകത്തില്ലായിരുന്നു, ഞാൻ തിരക്ക് പിടിച്ച് നടന്നു, എന്നാൽ ഇവിടെ നിന്ന് എന്നെ രക്ഷിക്കുകയാണെങ്കിൽ ഇന്ന് മുതലൊരു തീരുമാനമെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എന്നെ രക്ഷിക്കുവാണെങ്കിൽ. അപ്പോഴത്തേക്കും മറ്റേ കോ പൈലറ്റ് വിളിച്ചു പറഞ്ഞു, മേജർ ഒരു വാക്കുപോലും പറയല്ലേ, ഒരു കര കണ്ടു, നമ്മളിപ്പോൾ അവിടെ എത്തും. പലപ്പോഴും നമ്മൾ പ്രശ്നങ്ങൾ വരുമ്പോൾ, നമുക്ക് പരിഹരിക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ പറയും, കർത്താവേ ഇതിൽ നിന്ന് എന്നെ രക്ഷിക്കുവാണെങ്കിൽ, ഇത് മാറുകയാണെങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. മനുഷ്യൻ എപ്പോഴും തീരുമാനമെടുക്കാൻ ഇഷ്ടപ്പെടുന്നത് ചെയ്യാൻ അവൻ ഏറ്റവും അറ്റത്ത് ചെല്ലുമ്പോഴാണ് അവൻ്റെ ജീവിതം ഒന്നും മാറ്റാനായിട്ട് എടുക്കുന്നത്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാനാണ്. ആരാണ് ലോകത്തിലെ ഭാഗ്യവാൻ? ആരാണ്? ബ്ലെസ്ഡ് ഇസ് ദ മാൻ. അനുഗ്രഹിക്കപ്പെട്ടവൻ ആരാണ്? യഹോവ കൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നാം ഭാഗ്യത്തെപ്പറ്റി പറയുമ്പോൾ ലോട്ടറി ടിക്കറ്റ് ഭാഗ്യവാൻ ആരാണെന്നും പറഞ്ഞാണ് ലോട്ടറി വെക്കുന്നത്. ഓരോ അനുഗ്രഹങ്ങൾ, എന്തൊരു ഭാഗ്യവാ, നല്ല ജോലി കിട്ടി, എന്തൊരു ഭാഗ്യവാ, ഇങ്ങനെ നമ്മൾ പറയും. എന്നാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ ഭാഗ്യവാൻ ആരാണ്? ഈ ലോകത്തിൽ നമുക്ക് നേടാൻ കഴിയാത്ത കാര്യങ്ങളെ ദൈവം നമുക്ക് തരുമ്പോഴാണ് വചനം പറയുന്നത് ആ മനുഷ്യൻ ഭാഗ്യവാനാണ്, അല്ലെ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ദൈവവുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളെ നമുക്ക് ഈ ലോകത്തിൽ നിന്ന് നേടിയെടുക്കാനായിട്ട് കഴിയത്തില്ല. അത്തരം കാര്യങ്ങളാണ് വചനം നമ്മളോട് പറയുന്നത്. അവർ ഭാഗ്യവാന്മാരാണ്, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഈ ലോകത്തിൽ കാണുന്ന കാര്യങ്ങളെക്കാട്ടിലോ ഇന്ന് പൽക്കാലം ഈ സങ്കീർത്തനത്തിൽ ദാവീദ് പറയുകയാണ്, എൻ്റെ ലംഘനങ്ങളെ ക്ഷമിച്ച് എൻ്റെ പാപം മറയ്ക്കുകയും എൻ്റെ അകൃത്യം കണക്കിടാതിരിക്കുകയും എൻ്റെ ആത്മാവിൻ്റെ കപടത ഗണിക്കാതെ ഇല്ലാതെ ഇരിക്കുന്ന ആണെങ്കിൽ ഞാനൊരു ഭാഗ്യവാനായി തീർന്നു. യേശു കാൽവറി ക്രൂശിൽ മരിച്ച ആദാമ്യ പാപത്തിന് പരിഹാരമായിട്ട്, മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് യേശു കാൽവറി ക്രൂശിൽ മരിച്ചു. ഭൂമി ശപിക്കപ്പെട്ടു, മനുഷ്യൻ ശപിക്കപ്പെട്ടു. എല്ലാത്തിനും പരിഹാരമായിട്ട് യേശു കാൽവറി ക്രൂശിൽ മരിക്കുകയുണ്ടായി. എന്നാൽ ആദാമ്യ പാപ സ്വഭാവങ്ങൾ നമ്മുടെ DNA ജനറ്റിക്കായിട്ട് ഓരോ തലമുറ കൈമാറി നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട് പാപ സ്വഭാവങ്ങൾ. പാപ സ്വഭാവങ്ങൾ നമ്മളെ പാപത്തിലേക്ക് നയിക്കും. ഒരാൾക്കൊരു കോപമുണ്ടെങ്കിലാണ്, അല്ലേ? ഇപ്പോൾ ഒരുപാട് കൊലകൾ നടക്കുന്നുണ്ട്. കൊലകൾ കോപമുള്ളവർ, അല്ലേ? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പ്രവൃത്തി ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു സ്വഭാവമാണ് അതിലേക്ക് നയിക്കുന്നത്. ഒരു ദുഷ്കാമമുള്ളവർ അല്ലെങ്കിൽ അത്തരം സ്വഭാവമുള്ളവരാണ് വ്യഭിചാരത്തിലേക്ക് പോകുന്നത്. ഇങ്ങനെ എന്തെങ്കിലും സ്വഭാവങ്ങളാണ് നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്നത്. ആദാമ്യ പാപ സ്വഭാവങ്ങൾ നമ്മളിലുള്ളത് കൊണ്ട് എല്ലാവരും ഏത് സമയത്തും എങ്ങനെ വേണമെങ്കിലും പാപം ചെയ്യാനായിട്ട് പരീക്ഷകൻ നമ്മെ പരീക്ഷിക്കുമ്പോൾ വീഴാൻ എല്ലാ സാധ്യതകളും ഉണ്ട്. ലേഖനങ്ങളിൽ പറയുന്നു, പാപമില്ല എന്ന് പറയുന്നവൻ കള്ളനാകുന്നവന് സത്യമില്ല. ഞാനൊരു പാപവും ചെയ്തിട്ടില്ല, ഈ ആഴ്ച ഞാനൊരു പാപവും ചെയ്തിട്ടില്ല,
അത് തന്നെ വലിയ പാപമാണെന്നാണ് വചനം പറയുന്നത്. അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ അപ്പോൾ തന്നെ പാപം ചെയ്തു പോയി. അപ്പം നമ്മളിലെല്ലാം പാപങ്ങളുണ്ട്, അല്ല ലംഘനങ്ങളുണ്ട്, അകൃത്യങ്ങളുണ്ട്, അതിക്രമങ്ങളുണ്ട്. ഇതേതെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. അത് നമുക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളതാണ്. നാം പാപത്തിൽ വീണു പോയെന്ന് നാം മനസ്സിലാകുന്നുണ്ടോ? നാം അകൃത്യം ചെയ്തു പോയെന്ന് മനസ്സിലാകുന്നുണ്ടോ? പലപ്പോഴും മറ്റുള്ളവർ ചെയ്ത പാപങ്ങൾ, പ്രത്യേക നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും നമ്മളോട് വഴക്കിട്ടെങ്കിൽ, ഇപ്പോൾ ഭർത്താവ് കോപിക്കുന്ന ഒരാൾ അന്നിരിക്കട്ടെ, അല്ലെങ്കിൽ മക്കളെന്തെങ്കിലും പറഞ്ഞെങ്കിൽ നമ്മൾ ഓടിപ്പോവും ദൈവസന്നിധിയിൽ. അവരങ്ങനെ ചെയ്ത് കർത്താവേ അവരോട് ചോദിക്കണമേ, അവരെ മാനസാന്തരപ്പെടുത്തണമെന്ന് പറയുന്ന നമ്മൾ നമ്മുടെ പാപങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അവയിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മൾ തയ്യാറാകണം. അപ്പോൾ ഈ പാപം നമ്മളെ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ തകർത്ത് കളയോ? ദൈവം ചെയ്യല്ലേ എന്ന് പറയുന്നത് ചെയ്യുന്നതും ദൈവം ചെയ്യാൻ പറയുന്നത് ചെയ്യാതിരിക്കുന്നതും പാപമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിക്രമിച്ചു കയറുന്നത് പാപമാണ്. പാപം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ പിന്നെ ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടും. ഉള്ളിൽ എപ്പോഴും ഒരു സമാധാനക്കേട്, ഒരു അസ്വസ്ഥത മനസ്സിന്. കാരണം ദൈവമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുമ്പോൾ ആ ഒരു ലൈൻ കട്ട് ചെയ്യുന്നത് പോലെ, ലൈൻ കട്ട് ചെയ്ത് എന്ത് സംഭവിക്കും? ലൈറ്റ് കത്തത്തില്ല അല്ലേ? സ്വിച്ച് കൊണ്ട് ബാക്കിയെല്ലാം ഉണ്ട്, ഇടയ്ക്ക് ഒരു ലൈൻ കട്ടായിപ്പോയി, നമ്മൾ അറിയുന്നില്ല എന്താ ഇത് പറ്റിയെന്ന് വിചാരിക്കാം. ബൾബ് മാറ്റിയിടുന്നു, സ്വിച്ച് മാറ്റിയിടുന്നു, ലൈനിന് എന്തോ കുഴപ്പം സംഭവിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ അതിക്രമങ്ങളും തെറ്റുകുറ്റങ്ങളും നമ്മളിൽ നിരന്തരമായി ഉണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കാണാനായിട്ട് നമ്മൾ തയ്യാറാകാതിരിക്കുവാണെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെടുവാനിടയാകും. ഇവിടെ ദാവീദ് പറയുകയാണ്, ദാവീദിൻ്റെ ജീവിതത്തിലെ അകൃത്യങ്ങൾ, ലംഘനങ്ങളെ പറയാൻ 3-ാം വാക്യത്തിൽ, ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. രാവും പകലും അങ്ങയുടെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ഞാൻ മിണ്ടാതെ ഇരുന്നു. ദാവീദ് എന്ത് ചെയ്തു? ദാവീദ് പാപങ്ങളും അകൃത്യങ്ങളൊക്കെ ചെയ്തിട്ട് ദാവീദ് അനങ്ങിയില്ല. ദാവീദ് അത് ഏറ്റു പറഞ്ഞില്ല, അത് വലിയ കാര്യമായിട്ടെടുത്തില്ല. നമ്മുടെ വീട്ടിൽ തന്നെ വേറെ ആൾക്കാർ നമ്മളെക്കാട്ടിലും വലിയ തെറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിലോ നമുക്കത് വലിയ തെറ്റായിട്ട് തോന്നത്തില്ല. നമ്മുടെ അടുത്തൊരു ഗുണ്ട സ്ഥിരമായി വഴക്കിടുന്ന ആൾ, ചീത്ത വിളിക്കുന്ന ആളൊക്കെ താമസിക്കുന്നുണ്ടെങ്കിലോ നമുക്കെപ്പോഴും ആ വ്യക്തി പാപിയാണ്, ആ വ്യക്തി തെറ്റുകാരനാണെന്നേ തോന്നത്തുള്ളൂ. നമുക്ക് തെറ്റുണ്ടെന്ന്. കാരണം അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എത്ര നല്ല മനുഷ്യരാണ്, പക്ഷെ കർത്താവിനെ വെച്ച് കമ്പയർ ചെയ്യുവാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. പാപം ഏറ്റുപറയാതെ ഇരുന്നപ്പോൾ, ദൈവസന്നിധി പോയി നിരപ്പ് പ്രാപിക്കാതെ ദാവീദ് ഒന്നും മിണ്ടാതെ ഇരുന്നപ്പോൾ അതൊരു കാര്യമല്ല. ഞാനൊരു രാജാവല്ലേ, ഞാൻ വർഷിപ്പ് ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ പാട്ട് എഴുതുന്നുണ്ട്, ഞാൻ ആരാധനാക്രമങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട്, ഇതെല്ലാം വിചാരിച്ചുകൊണ്ട് താൻ ചെയ്ത തെറ്റുകളെ മറച്ചു വെച്ചിരുന്നപ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? ഈ വിഷമങ്ങൾ ശരീരത്തിലേക്ക് ഇറങ്ങി രോഗമായിട്ട് മാറാനായിട്ട് തുടങ്ങി, ശരീരത്തിലേക്ക് കവിയാനായിട്ട് ഇടയായി, ഹെവിനെസ് ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി. അവയവങ്ങളെ പാപത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട്, നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെ. ചില ആൾക്കാർ ചീത്ത പറയും, കള്ളം പറയും, ഈ വായ അപ്പോൾ തന്നെ അതേ അവയവം ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യും. ചില ആൾക്കാർ ദേഷ്യം വരുമ്പോൾ കൈ ഉപയോഗിച്ച് ഇടിക്കുകയും സാധനങ്ങൾ വലിച്ചെറിയുകയും കൂടെയുള്ള ആളെ തല്ലുകയും. ഞാൻ കൂടെ എന്ന് പറയുമ്പോൾ മക്കളെ പോലും, യേശുവിന് ഈ കുഞ്ഞുങ്ങൾക്ക് ഇടർച്ച വരുത്തരുത്. ദേഷ്യം വരുമ്പോൾ പിള്ളേർക്കിട്ട് അവരുടെ തെറ്റിൻ്റെ ആഴത്തിലല്ല നമ്മുടെ ദേഷ്യം തീർക്കാൻ ചെയ്യുമ്പോൾ ഈ കരങ്ങളെ, അവയവത്തെ കരങ്ങളെ ഉപയോഗിക്കുമ്പോൾ അതേ കൈ ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിക്കാനും കൈകൊട്ടാനും ദൈവത്തെ ആരാധിപ്പാനും, 2 പർപ്പസിനും നമ്മൾ നമ്മുടെ ശരീരത്തെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പാപം ഏറ്റുപറഞ്ഞില്ലെങ്കിൽ ദാവീദ് പറയുകയാണ് അത് നിത്യമായ, അത് നമ്മുടെ ശരീരത്തെ തകർത്ത് കളവാനോ നമ്മുടെ ജീവിതത്തിലെ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ നഷ്ടപ്പെടുത്താനും ഇടയാകും. ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയാൽ
പിശാച് അവിടെ കയറും. പിശാചിനെ ഇട കിട്ടുവാൻ തക്കവണ്ണം ഇടയാകും. ഇപ്പം പാപം ഉണ്ടെന്ന് പറയുന്നത് ആർക്കും ഇഷ്ടമല്ല. ഇപ്പം എൻ്റെ അടുക്ക വന്ന് ഇച്ചിരൂടെ പ്രാർത്ഥിക്കണമെന്നോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്രമീകരിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. ഞാൻ ഓർക്കും നിങ്ങളെക്കാട്ടിലും എനിക്കുണ്ടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്ന. ആർക്കും ഇഷ്ടമല്ല തെറ്റുകളെ തിരുത്തുന്നത്. വചനം പറയുന്ന ലംഘനങ്ങളും പാപങ്ങളും അകൃത്യങ്ങളും അതിക്രമങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അവയെ നാം ഉപേക്ഷിക്കുന്നവരായിരിക്കണം. അതൊരു എനിക്ക് കുറച്ച് കുറവുകളുണ്ടെന്ന് പറഞ്ഞ് നടക്കാനോ എനിക്കൊരു ബലഹീനതയുണ്ടെന്നും പറഞ്ഞ് അതിനെ കൊണ്ട് നടക്കുകയോ ചെയ്യാൻ പാടില്ല. അവയെ നമ്മൾ ദൈവസന്നിധിയിൽ എങ്ങനെ ഏറ്റു പറഞ്ഞാലാണ് ദൈവം ക്ഷമിക്കുന്നത്? സദൃശവാക്യം 28:13 പറയുന്നു, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. നമ്മുടെ ലംഘനങ്ങളുമായിട്ട് നമ്മൾ മറച്ചു വെച്ചുകൊണ്ട് ഇത് പുറത്ത് കാണിക്കാതെ പുറത്ത് നല്ല ആത്മീയത നടിച്ച് നമ്മൾ നടക്കുകയാണ്. അതാണ് ആത്മാവിൽ കപടതയോടെ നമ്മൾ നടക്കുകയാണെങ്കിൽ നമുക്ക് ശുഭം വരത്തില്ല. നമ്മൾ എന്നുവെച്ചാൽ പ്രോസ്പർ ആകത്തില്ല. നമ്മുടെ കാര്യങ്ങളെങ്ങും എത്തത്തില്ല. ദൈവിക അനുഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടാവാൻ തക്കവണ്ണം ഇടയാകത്തില്ല. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടാനായിട്ട് ഇടയാകത്തില്ല. അവയെ നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോഴാണ് കരുണ ലഭിക്കുന്നത്. നമ്മുടെ ദൈവം നമ്മളോട് ക്ഷമിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ ക്ഷമിക്കും. എന്നാൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന് ക്ഷമിക്കാനായിട്ട് കഴിയത്തുള്ളൂ. നാം ചെന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്കൊരു ഇൻസൈറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ പാപങ്ങളെ, നമുക്ക് അകൃത്യങ്ങൾ, അതിക്രമങ്ങളെ നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കത്തുള്ളൂ. നമുക്ക് ഒരു ഇൻസൈറ്റ് ഉണ്ടാകണം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങളെ ന്യായീകരിക്കുന്നവരാകരുത്. ദാവീദിനെ പോലെ ന്യായീകരിക്കുന്നവരാകരുത്. ചെറുതോ വലുതോ ഏതാണെങ്കിലും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവരായിരിക്കണം. ദാവീദ് തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട്, താനൊരു രാജാവായിരുന്നു, ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പല തെറ്റുകൾ ചെയ്തു. നമുക്കറിയാവുന്ന തെറ്റുകളുണ്ട്. ഒരാളെ കൊന്നു, പിന്നെ 100 അഗ്രചർമ്മം ചോദിച്ചപ്പോൾ 200 അഗ്രചർമ്മം കൊണ്ട് 200 പേരെ കൊന്നു. ദാവീദിൻ്റെ കൂടെ നടന്ന യോവാബ് തൻ്റെ ഭടനെ, പ്രധാനി, നിരപരാധികൾ നിർഭയം വസിക്കുന്നവരുടെ പട്ടണങ്ങളെ യുദ്ധം ചെയ്തു. അതൊന്നും ചെയ്യരുതെന്ന് ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ അനേക കാര്യങ്ങൾ ദാവീദിൻ്റെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ വന്നപ്പോൾ, ഞാനൊരു രാജാവല്ലേ, അവരല്ലേ ചെയ്തത്, ഇവരല്ലേ ചെയ്തത്, എൻ്റെ കൂടെ നിന്നവരല്ലേ, ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണെന്നും പറഞ്ഞ് അവയെ മാറ്റിവെക്കുവാനല്ല, അവയെ ദാവീദ് അങ്ങനെ കരുതിയപ്പോഴാണ് അത് ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നൊരു ഭാരമായി തീരുവാൻ തക്കവണ്ണം ഇടയായത്. ദൈവത്തിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. ദാവീദ് പറയുകയാണ്, ആ ഒരു രക്ഷയുടെ സന്തോഷം ദാവീദിന് അങ്ങ് നഷ്ടപ്പെട്ടു പോയി. എല്ലാവരുടെ മുമ്പിൽ എല്ലാം ഉണ്ടെങ്കിലും, നമ്മൾ ചെയ്യുന്ന പോലെ എല്ലാം ചെയ്യാൻ അറിയാമെങ്കിലും, പുറമേ നോക്കുമ്പോൾ യാതൊരു കുഴപ്പവും ഇല്ലെങ്കിലും അകത്ത് ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുവാൻ തക്കവണ്ണം സമയം കണ്ടെത്തണം. 80% രോഗങ്ങളും സ്ട്രെസ്സിലാണ് വരുന്നതെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. നമുക്ക് 10 രോഗം വന്നെന്നിരിക്കട്ടെ, കഴിഞ്ഞ 3 മാസത്തിൽ വന്ന 10 രോഗം ഒന്ന് ചിന്തിച്ച് നോക്ക്. ഒന്ന് തലവേദനയായിരിക്കും, കാലുവേദനയായിരിക്കും, നടുവേദനയായിരിക്കും, എന്തെങ്കിലും ചെയ്തു. അതിൽ 8 എണ്ണവും സ്ട്രെസ്സും കൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിച്ചു തരുമോ? സമ്മർദ്ദം കൊണ്ടാണ് വന്നത്, ടെൻഷനും കൊണ്ടാണ് വന്നത്. രോഗങ്ങൾ അങ്ങനെ വരുമെന്നാണ് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത്. സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഹോർമോണുകൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. സ്ട്രെസ് ചിലപ്പോൾ പ്രശ്നം മാറിക്കാണും, ഹോർമോണിൻ്റെ അളവ് ശരീരത്തിൽ കുറയത്തില്ല. അത് കുറയാത്തത് കൊണ്ട് അടുത്തൊരു നിസ്സാര കാര്യം വരുമ്പം വീണ്ടും ഈ അളവ് കൂടി നിൽക്കുന്നത് കൊണ്ട്
പാപം കൊണ്ട് മാത്രമല്ല, സമ്മർദ്ദം കൊണ്ടും നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകും. അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെയും സമ്മർദ്ദങ്ങളെയും പ്രശ്നങ്ങളെയും എല്ലാം ഇടയ്ക്കിടയ്ക്ക് ദൈവസന്നിധി പോയിരുന്ന് ഉപവസിച്ചുകൊണ്ട് ഏറ്റുപറഞ്ഞ് അവയെ വെച്ചിട്ട് വരുന്നവരായിരിക്കണം. നമ്മളെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കുടുംബത്തിലാണ്. ഞാനിപ്പോൾ പുറത്ത് നമുക്ക് ശത്രുക്കൾ വളരെ കുറവാണ് അല്ലേ. നമ്മൾ മിക്കവാറും ഇടർച്ച വരുന്നതെല്ലാം കുടുംബങ്ങൾക്കകത്താണ്. ഒന്ന് ഭാര്യ ഭർത്താവിന് എന്തെങ്കിലും വരും, അല്ല ഭർത്താവ് ഭാര്യയോട് ദേഷ്യപ്പെടും, പിള്ളേരെന്തെങ്കിലും പറയും, മാതാപിതാക്കൾ പിള്ളേരെ എന്തെങ്കിലും പറയും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ അത് ഇടർച്ചയാണ്. വചനം അനുസരിച്ച് ഇത് ഇടർച്ചയാണ്. ഈ ഇടർച്ചകൾ പാപമാണ്, അകൃത്യങ്ങളാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ സ്ട്രെസ്സും സമ്മർദ്ദവും കൊണ്ട് ആവശ്യത്തിലധികം നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു പാപമാണ് ദൈവസന്നിധി. കാരണം അവർ പോയി വിഷമിച്ച് ദൈവസന്നിധി കരയുമ്പോൾ അത് നമുക്കെതിരെ പാപമായി തീരും, അകൃത്യമായി തീരും. അതുകൊണ്ടാണ് സ്ട്രെസ്സുകളെല്ലാം അവരെ വഹിച്ച് ദൈവസന്നിധി പോയിരിക്കുകയും നമ്മുടെ ഭർത്താവ് കോപമുള്ള ആളാണ്, പുള്ളിയുടെ സ്വഭാവം ഒന്ന് മാറ്റിത്തരണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന് പകരം നമ്മുടെ സ്വഭാവത്തിലേക്ക് നോക്കിക്കൊണ്ട് എന്നെ ഒന്ന് ശരിയാക്കി തരണേ കർത്താവേ, എന്നെ ഒന്ന് നന്നാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുവേണ്ടി ഉപവസിക്കണം, അതിനുവേണ്ടി ദൈവസന്നിധി സമയം ചെലവഴിക്കുന്നവരായിരിക്കണം. ദൈവത്തിൻ്റെ സന്നിധി നമ്മൾ ഹോണസ്റ്റായിരിക്കണം, സത്യസന്ധരായിരിക്കണം. മനുഷ്യരുടെ മുമ്പിൽ പലതും മറച്ചു വെച്ചാലും ദൈവത്തിന് മുമ്പിൽ നമ്മൾ ഒന്നും ന്യായീകരിക്കാനായിട്ട് പോകരുത്. അവരത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞെന്നൊരു ന്യായീകരണം നമുക്കുണ്ടാവാൻ ഇടയാകരുത്. ദൈവസന്നിധിയിൽ നമ്മൾ സത്യസന്ധരായി നിന്നുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. കാരണം ഗൂഢമായതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരും, മറഞ്ഞിരിക്കുന്നതെല്ലാം പുറത്ത് കൊണ്ടുവരുമ്പോൾ അത് നമുക്ക് നന്മയായി മാറണമെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ സത്യസന്ധരായിട്ടിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഇവിടെ ദാവീദ് വളരെ ഞെരുക്കത്തിലും സങ്കടത്തിലും, ശരീരം വളരെ അസ്വസ്ഥമായി, മനസ്സ് അസ്വസ്ഥമായി, ആദിയായി, ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു, എല്ലാം പോയി കഴിഞ്ഞപ്പോൾ 5-ാം വാക്യത്തിൽ ഞാൻ എൻ്റെ പാപം അങ്ങയോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല, എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവിടുന്ന് എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. അത് കഴിഞ്ഞപ്പോൾ ദാവീദ് ദൈവസന്നിധിയിലേക്ക് ഓടിച്ചെല്ലുകയാണ്. ഇതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞ് കുറേയൊക്കെ മറച്ചു വെച്ചു, കുറേയൊക്കെ കണ്ടില്ലെന്ന് നടിച്ചിരുന്ന ദാവീദ് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ അടുക്ക പോയിരുന്നിട്ട് പറയാണ്, കർത്താവേ എനിക്കാ തെറ്റ് പറ്റിയത്, യോവാബിനല്ല, അവർക്കല്ല, മറ്റുള്ളവരുടെ തലയിൽ ഞാൻ ഇടുന്നില്ല, എനിക്ക് തെറ്റ് പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം കർത്താവേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ അകൃത്യം ചെന്ന് പറയുകയും ദൈവം പാപത്തെ ക്ഷമിച്ചു തരികയും ചെയ്തു. ദൈവം ക്ഷമിക്കുന്ന ദൈവത്തെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മനുഷ്യൻ ക്ഷമിക്കുമോ? മനുഷ്യൻ ക്ഷമിക്കാൻ വലിയ ചിലർ പറഞ്ഞാൽ മരിച്ചാലും ക്ഷമിക്കത്തില്ല, മരിച്ചാലും ഞാൻ മറക്കത്തില്ലെന്നൊക്കെ പറയുന്നവരൊക്കെ, ആൻറ്റി ഞാൻ മരിക്കുന്നത് വരെ സംസാരിക്കത്തില്ലെന്നൊക്കെ എന്നോട് പറയുന്ന ആൾക്കാരുണ്ട്. കാരണം അത്ര വേദനയും സങ്കടം കൊണ്ടാണ് അവരത് പറയുന്നത്. മനുഷ്യരങ്ങനെയാണ്. ദൈവം ഒരു കാര്യം ക്ഷമിച്ചാൽ ദൈവം പിന്നെ മറന്നു. പുതിയ നിയമം യേശു ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞ അനേക കാര്യങ്ങൾക്ക് അവരോട് പറയുന്നുണ്ട്, ഇനിയും പാപം ചെയ്യരുത്, ഇതുവരെയുള്ളതെല്ലാം ക്ഷമിച്ച് ഇനിയും പോയി പാപം ചെയ്യരുതെന്നാണ് കർത്താവ് പറയുന്നത്. നമ്മളിനിയും ക്ഷമിച്ചാൽ തന്നെ നിവൃത്തിയില്ലാതെ ദൈവമക്കളാണല്ലോ, ക്ഷമിച്ചല്ലേ പറ്റത്തുള്ളൂ. നമ്മൾ ക്ഷമിച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഇതെല്ലാം, എന്നാലും അവരതെന്നോട് ചെയ്തല്ലോ. ദൈവനാമത്തിൽ പിന്നെ നമുക്ക് ക്ഷമിക്കാതിരിക്കാൻ പറ്റുമോ എന്നുള്ള ക്ഷമയാണ് പലപ്പോഴും മനുഷ്യർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ഷമിച്ചാലും മറക്കാൻ പലർക്കും പറ്റത്തില്ല. എന്നാൽ ദൈവം അങ്ങനല്ല. ദൈവം നമ്മളോട് ക്ഷമിച്ചാൽ പിന്നെ മറന്നു, പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കത്തില്ല, അതിൻ്റെ കാര്യങ്ങളിലേക്ക് ഇടപെടുവാൻ തക്കവണ്ണം ഇടയാകത്തില്ല. എത്ര നല്ലൊരു ദൈവത്തെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എത്രയൊരു വലിയൊരു സന്തോഷകരമായ അനുഭവത്തിലാണ് നാം നിൽക്കുന്നത്. ആകെ നമുക്ക് ചെയ്യാനുള്ളത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഹൃദയം നുറുക്കത്തോടെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ക്ഷമ ലഭിക്കത്തുള്ളൂ എന്ന് വചനത്തിൽ പറയുന്നു. ഹൃദയത്തിൽ അതൊരു പാപമാണെന്നുള്ള ബോധ്യമുണ്ടായി, ഞാൻ തെറ്റ് ചെയ്ത് എന്നോട് എൻ്റെ ദൈവമേ എനിക്ക് തെറ്റിപ്പോയല്ലോ എന്നൊരു ചിന്ത വരുമ്പോഴാണ് നമുക്ക് ക്ഷമിക്കാൻ തക്കവണ്ണം ഇടയാകുന്നത്. ഞാനിത് പ്രിപ്പയർ ചെയ്തപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, അതരത്തിൻ്റെ പാപത്തെപ്പറ്റി ഞാൻ ചിന്തിച്ചപ്പോൾ
ഈ അധരം ഉപയോഗിച്ച് പ്രസംഗിക്കുന്നു, നമ്മൾ പാട്ട് പാടുന്നു, നമ്മൾ പറയുന്നു. അപ്പോൾ തന്നെ പാപം, അധരം ഉപയോഗിച്ച് പാപം ചെയ്യുമ്പോഴോ അയ്യോ, വീണ്ടും നമുക്ക് അതിനുള്ള ദൈവസന്നിധി വീണ്ടും ഈ അധരം എങ്ങനെ നമ്മൾ ഉപയോഗിക്കും? ഒരു ഇൻസ്ട്രുമെൻ്റ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ പറഞ്ഞേക്കുന്നത്. ഈ ഇൻസ്ട്രുമെൻ്റ് ഒന്നും നമ്മൾ ഈ ആലയത്തിൽ ദൈവിക കാര്യത്തിലല്ലാതെ വേറെ ഒന്നിനും ഉപയോഗിക്കത്തില്ല, ആർക്കും കൊടുക്കത്തില്ല ഉപയോഗിക്കാൻ, വാടകയ്ക്ക് കൊടുക്കത്തില്ല, യാതൊന്നിനും ഉപയോഗിക്കത്തില്ല. രണ്ടും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ഈ അധരം എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും? വീണ്ടും വന്ന് സ്തോത്രം പറയുന്നത് എങ്ങനെയാ? കുറ്റബോധം നമുക്കുണ്ടാവണം, പാപബോധ്യം നമുക്കുണ്ടാവണം. നാം അധരത്തെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധി പോയി ക്ഷമ പറഞ്ഞ് ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവെ ഇനി ഉപയോഗിപ്പാൻ ഇടയാകല്ലെന്ന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിപ്പാൻ തക്കവണ്ണം ഇടയാകണം. ചീത്ത വിളിക്കുക, കരങ്ങളെ ഉപയോഗിക്കുക, സാധനങ്ങൾ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുക, മൊബൈൽ എറിഞ്ഞ് പൊട്ടിക്കുക. എന്നാലും ഞാൻ ഒരാളോട് ചോദിച്ചു, ഇത്രയും വില കൂടിയ മൊബൈൽ എറിഞ്ഞ് ദേഷ്യം പൊട്ടിച്ച് ഇനി നിങ്ങൾ തന്നെ കാശ് മുടക്കി വാങ്ങിക്കണ്ടേ? മൊബൈലില്ല, പിന്നെ എന്ത് ചെയ്യും മൊബൈൽ ചോദിച്ചപ്പോൾ ദേഷ്യം വന്നപ്പോൾ എറിഞ്ഞ് പൊട്ടിച്ചെന്ന്. അവനോന് തന്നെ നാശം വരുത്തുക, അവനോടോട് തന്നെ സ്നേഹമില്ലാത്ത ഒരവസ്ഥയാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത്. മനുഷ്യന് ദൈവവുമായിട്ടുള്ള ബന്ധം, ലോകത്തിൻ്റെ തിരക്കുകളിലുള്ള ഓട്ടം, നമ്മുടെ പഞ്ചേന്ദ്രങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ഉള്ളിലോട്ട് കാര്യങ്ങളെ ഫീഡ് ചെയ്യുന്നതെല്ലാം വളരെ ലോകപ്രകാരമുള്ള കാര്യങ്ങളായതുകൊണ്ട് അവനവന് തന്നെ സമയമില്ലാതായതാണ് പാപം പെരുകുവാനുള്ള കാരണമായി തീർന്നത്. ഒരു കണ്ണാടിയുടെ മുമ്പിൽ പോയി നിങ്ങളെ കണ്ടിട്ട് എത്ര ദിവസമായി? നിങ്ങളിപ്പോൾ മുടി ചെയ്യുക കാണാം കറക്റ്റായിട്ട്, മുഖത്തെന്തെങ്കിലും അഴുക്കുണ്ടോയെന്ന് മുഖം കഴുകിയിട്ട് കണ്ണാടി നോക്കി കാണും, അല്ല ഡ്രസ്സ് എന്തെങ്കിലും ശരിക്കാണ് ഇട്ടേക്കുന്നത്, ഓരോ സംഭവത്തിന് കണ്ണാടി ഉപയോഗിച്ച് കാണും. പക്ഷെ നിങ്ങളെ കണ്ടോ? നിങ്ങളെന്ന വ്യക്തിയെ നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിങ്ങൾ കണ്ടിട്ട് എത്ര ദിവസമായി? നിങ്ങളുടെ മുഖമൊക്കെ സ്നേഹത്തോടൊന്ന് തൊട്ടു നോക്കിയിട്ട് എത്ര ദിവസമായി? അഴുക്കൊക്കെ കളയാൻ ധൃതി പിടിച്ച് സമയമില്ലല്ലോ ഒക്കെ ചെയ്ത് കാണും. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമ്മളെ നമ്മൾ കാണുന്നുണ്ടോ? ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു, അതുപോലെ തന്നെ ഭർത്താവിനെ സ്നേഹിക്കുന്നു തന്നെത്താൻ സ്നേഹിക്കുന്നു. നമ്മൾ സ്നേഹിക്കാത്തത് കൊണ്ടാണ് നമുക്ക് കൂടപ്പിറപ്പുകളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല. കാരണം അതിനുള്ള സമയം കിട്ടുന്നില്ല, നമ്മളെ ഒന്ന് ശരിയാക്കാൻ സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് ഇതെല്ലാം കണ്ടില്ലെന്നടിക്കുന്നത്, തിരക്ക് പിടിച്ചോടുന്നതെല്ലാം ലംഘനങ്ങളാണ്, അകൃത്യങ്ങളാണ്. റെസ്റ്റ് എടുക്കണം, നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇവിടെ അതിൻ്റെ ഒരു വാക്യമുണ്ട്, ഞാനെൻ്റെ പാപം അവിടെ ഒരു ഇത് കണ്ട 4, 5, 7 വാക്യത്തിലൊക്കെ സേല 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 എന്നൊരു വാക്ക് എഴുതിയിട്ടുണ്ട്. സേല എന്ന് പറയുന്നത് ഹെബ്രായ വാക്ക് അതേപോലെ എടുത്തെഴുതിയേക്കുന്നത്, കാരണം അതിൻ്റെ മീനിങ് വ്യക്തമായിട്ട് എഴുതാൻ പറ്റാത്തത് കൊണ്ട് എഴുതിയേക്കുന്നതാണ്. അത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇത് പാട്ടാണല്ലോ, ഇസ്രായേൽ മക്കളുടെ പാട്ട്, ഇൻസ്ട്രുമെൻറ്റ്സ് വായിച്ച് നമ്മളിവിടെ പാട്ട് പാടുന്നത് പോലെ ഇത് എബ്രായ ഭാഷയിലെ പാട്ടുകളാണ് ദാവീദ് എഴുതിയ. ഈ പാട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ച് വായിക്കുമ്പോൾ അവിടെയെല്ലാം ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം, ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം അടുത്ത മ്യൂസിക് തുടങ്ങാൻ. എന്നുവെച്ചാൽ ഒന്ന് നിർത്തി ചിന്തിച്ചിട്ട് വേണം അടുത്തത് വായിക്കാൻ. ഇതുപോലെ തന്നെ ഓരോ വാക്യം കഴിയുമ്പോൾ നമ്മളൊന്ന് നിർത്തി നമ്മളെപ്പറ്റി ചിന്തിച്ചിട്ട് വേണം അടുത്തതിലേക്ക് കയറാനായിട്ട്. ആദ്യത്തെ സേല അവിടെ പറയുന്നത് നിത്യമായി ഞരക്കം ഉണ്ടായോ, പാപം പെരുകിയോ എൻ്റെ ഉള്ളിൽ, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് ഒത്തിരി നാളായോ, എൻ്റെ പാപത്തെ തിരിച്ചറിയുന്നുണ്ടോ, അതോ മറ്റുള്ളവരുടെ പാപങ്ങളെ പറ്റിയാണോ നിരന്തരം നമ്മൾ സംസാരിക്കുന്നത്, അവരുടെ ലംഘനങ്ങൾ, അവർ നമ്മളോട് ചെയ്തത്, ഇതൊക്കെയാണ് എപ്പോഴും ഉള്ളത്, അതോ നമ്മളെപ്പറ്റി ചിന്തിക്കാൻ സമയം കിട്ടുന്നുണ്ടോ? അവിടെ ഒരു സേല കൊടുത്തിട്ടുണ്ട്. അടുത്തത് കൊടുത്തേക്കുന്നത് ദൈവം നമ്മുടെ പാപം അറിയിച്ചപ്പോൾ ദൈവം ക്ഷമിച്ചു തന്നു. അവിടെ ഒരു പോസ് കൊടുത്തേക്കുക, പാപം അറിയിച്ചോ,
അപ്പോൾ ആ പാപം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് രണ്ടാമത് പാപം ദൈവസന്നിധിയിൽ പോയി ഏറ്റുപറഞ്ഞു. അടുത്തതാണ്, ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അവൻ്റെ അടുക്കലുള്ള ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് പ്രാർത്ഥിക്കും. ഏത് നിമിത്തമാണ്? ക്ഷമിക്കുന്ന ഒരു ദൈവം നമുക്കുള്ളത് കൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കി കഴിയുന്ന ഉടനെ ഇത് നിമിത്തം ഉടനെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഓടിപ്പോയി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഓടിപ്പോയി ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങളെയും നമ്മുടെ സങ്കടങ്ങളെയും നമ്മുടെ സ്ട്രെസ്സിനെയും കൂടുതൽ അത് മനസ്സിൽ നിന്ന് നിറഞ്ഞു കവിഞ്ഞ് ശരീരത്തിലേക്ക് വരാതെ വണ്ണം ഓടിപ്പോയി ദൈവസന്നിധിയിൽ വെക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ദൈവം ദാവീദ് ഇവിടെ പറയുകയാണ്, ഒരു പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. അവിടെ സേലൗട്ട് ചെയ്ത് ഇവിടെ നിർത്തിയിട്ട് ചിന്തിക്കുക. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, ഒരു പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കും, ഒരു പാപിയോടെ ദൈവം ക്ഷമിക്കും, മൂന്നാമത് ഒരു പാപിയെ ദൈവം അനുഗ്രഹിക്കും. തുടർന്നുള്ള വാക്യങ്ങൾ ദൈവത്തിൻ്റെ സന്നിധി നാം ഏറ്റുപറഞ്ഞ പാപങ്ങളെ ഉപേക്ഷിക്കുവാണെങ്കിൽ ദൈവം നമ്മളോട് ക്ഷമിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെയാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു പാപിയായതുകൊണ്ട് നമ്മൾ കുറ്റബോധത്തിൽ നടക്കണ്ട, എനിക്ക് കുറവുകളുണ്ടെന്ന് പറയണ്ട, മൂടി വെക്കണ്ട, യാതൊന്നും ചെയ്യണ്ട. ഓടിപ്പോയി തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. അത് ചെയ്ത് കഴിയുമ്പോൾ ദൈവം നമ്മളോട് ക്ഷമിക്കും. നഷ്ടപ്പെട്ട ബന്ധം നമുക്ക് തിരിച്ച് ലഭിക്കാൻ തക്കവണ്ണം നമ്മൾ തന്നെ ശ്രമിക്കുക. അത് ശ്രമിച്ചു കഴിയുമ്പോൾ അടുത്തത് പറയുകയാണ്, അടുത്ത അനുഗ്രഹങ്ങൾ എഴുതിയിരിക്കുകയാണ്. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ അടുക്കലോളം എത്തുകയില്ല. അവിടുന്ന് എനിക്ക് മറവിടമാകുന്നു, അവിടുന്ന് എൻ്റെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് അവിടുന്ന് എന്നെ ചുറ്റിക്കൊള്ളും. അനുഗ്രഹങ്ങളെ പറയുകയാണ്. അപ്പോൾ നാം പാപം ചെയ്ത് പാപവുമായിട്ട് മറച്ചു വെച്ച് നടന്നപ്പോൾ പിശാചിനിടം കിട്ടി. പിശാചിനിടം കിട്ടുമ്പോൾ അവൻ എപ്പോഴും നമ്മളെ തകർക്കുവാനും നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുമായിട്ട് ഗൂഢാലോചന ചെയ്ത് തന്ത്രങ്ങൾ ഒപ്പിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങളെ കൊണ്ടുപോയിടും പിശാച്. നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ ഉരുള് പൊട്ടുമ്പോൾ വെള്ളം വരുന്നത്, പെരുവെള്ളം വരുന്നത് എങ്ങനെയാണെന്ന് അറിയാം അല്ലേ? അതിൻ്റെ മുമ്പിൽ നമുക്ക് നിൽക്കാൻ നിമിഷങ്ങൾക്കുള്ളിലാണ് അത് വരുന്നത്. ആർക്കും ഓടി രക്ഷപ്പെടാൻ പോലും കഴിയത്തില്ല. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ നീ എൻ്റെ മറവിടമാകുന്ന അവിടുന്ന് എൻ്റെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. പെരുവെള്ളം കവിഞ്ഞു വരും. കാരണം പിശാചിന് ഇടം കിട്ടി, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇടം കിട്ടി. അവൻ എന്തെങ്കിലും ചെയ്യുവാനായിട്ട് ദൈവം അനുവാദം കൊടുത്തു, അവൻ പ്രശ്നം ഉണ്ടാക്കി തുടങ്ങി. എന്നാൽ അതിങ്ങനെ തൊട്ട് നമ്മളെ നശിപ്പിച്ചിട്ട് പോകാൻ തക്കവണ്ണം അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മാനസാന്തരപ്പെടുകയും ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിക്കുകയും ചെയ്തതുകൊണ്ട് വരുന്ന വെള്ളം പോവുകയല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ സമയത്ത് ദൈവം തൻ്റെ മറവിടത്തെ തൻ്റെ ചിറകിനെ എടുത്ത് വെച്ചിട്ട് ആ വെള്ളം നമ്മളെ തൊടാതെ വണ്ണം, ആ പ്രശ്നം നമ്മളിൽ ആഘാതമുണ്ടാക്കാതെ വണ്ണം, കാരണം പ്രശ്നം വന്നു കഴിഞ്ഞു, ഇനി നമ്മളെ തൊടാതിരിക്കാൻ തക്കവണ്ണം കർത്താവ് അത്യുന്നതൻ്റെ മറവിൽ നമ്മളെ മറയ്ക്കുമെന്നാണ് അവിടെ പറയുന്നത്. അടുത്ത് പറയുന്നത് രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് ചുറ്റിക്കൊള്ളോ. എപ്പോഴും ആ രക്ഷയുടെ ഒരു സാക്ഷ്യം പറയാൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ദൈവം എന്നെ രക്ഷിച്ചു, ദൈവം എന്നെ രക്ഷിച്ചു. എത്ര പറഞ്ഞാലും എത്ര ദൈവത്തിന് ഉല്ലാസഘോഷം കൊടുത്താലും മതി വരാത്തതുപോലെ. കാരണം പെരുവെള്ളത്തിൽ അകപ്പെട്ട് മുഴുവനും തകർന്നു പോകേണ്ടതായിരുന്നു. എന്നാൽ തകർന്നു പോകാതെ വേണം കർത്താവ് എന്നെ വിടുവിച്ചല്ലോ എന്നുള്ള ആ ഒരു സന്തോഷമുണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകും. അടുത്ത് പറയുന്നു, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അടുത്തത് ഉപദേശിക്കും, നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരും, ആലോചന പറഞ്ഞു തരും. 3 കാര്യങ്ങൾ ചെയ്തു തരുമെന്നാണ് അവിടെ പറയുന്നത്. നമുക്കെല്ലാവർക്കും ഉപദേശം ആവശ്യമാണ്. നമ്മുടെ പിള്ളേരെ എവിടെ പഠിക്കാൻ വിടണോ? ആരെ കൊണ്ട് കെട്ടിക്കണോ? എപ്പോഴും ഉപദേശം ചോദിച്ചോണ്ട് നടക്കുക. എവിടെയാണ്, ഏത് വണ്ടിയാണ് എടുക്കേണ്ടത്, ഏത് സ്കൂളിലാണ് ചേർക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എന്തിനാ ട്യൂഷൻ സെൻറ്റർ, ഒരു പച്ചക്കറി എവിടെ നിന്നാണ് വാങ്ങിക്കേണ്ടത്, എല്ലാത്തിനും നമുക്ക് ആരുടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ചോദിക്കുകയും പറയുകയും ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളെ.
അപ്പോൾ ഇവിടെ കർത്താവ് പറയാണ് ഉപദേശിച്ച്. ഒരു മനുഷ്യൻ്റെ ഉപദേശമല്ല, ഡിവൈൻ ദൈവികമായ ഉപദേശം നമ്മുടെ കാര്യങ്ങളിൽ ദൈവം തരുവാൻ തക്കവണ്ണം ഇടയാകും. ദാവീദിൻ്റെ ജീവിതത്തിൽ അനേക സ്ഥലങ്ങളിൽ നമുക്കറിയാം, യുദ്ധത്തിന് പോകണോ, ദൈവമേ ഈ യുദ്ധം ചെയ്യണമോ, ഇങ്ങനെ ഉപദേശങ്ങൾ ചോദിക്കുമ്പോൾ ദൈവം പറഞ്ഞു കൊടുക്കാറുണ്ട്. അടുത്തത് കൗൺസിൽ ചെയ്യും, ആലോചന പറഞ്ഞു തരുമെന്ന് പറയുന്നത് ദൈവം കൗൺസിലിംഗ് തരുവാൻ, പരിശുദ്ധാത്മാവ് കൗൺസിൽ ചെയ്ത് തരും. ഒരു ലീഡറാകുവാൻ നമ്മളെ വിളിച്ചിരിക്കുകയാണ്. യേശുവാണ് ഏറ്റവും വലിയ ലീഡർ. യേശുവിന് അനുയായികളുണ്ടായിരുന്നു. കാരണം ലീഡേഴ്സിന് അനുയായികളുള്ളൂ. നമ്മളൊരു നേതാവാണെങ്കിൽ അനുയായികളുണ്ടാകും. നമ്മുടെ മക്കൾ നമ്മുടെ അനുയായിയായി മാറും. നമ്മൾ സംസാരിക്കുന്നവർ നമ്മുടെ അനുയായിയായി മാറും. അപ്പം നമ്മളൊരു ലീഡറായി മാറാനായിട്ടാണ്, ചുമ്മാ ജീവിച്ചു ജനിച്ചു മരിച്ചു പോവാൻ വേണ്ടിയല്ല. ഒരു ലീഡറായി മാറണം. നമുക്കൊരു വ്യത്യാസം ഉണ്ടാകണം. നമ്മുടെ വ്യക്തിത്വത്തിനൊരു മാറ്റം ഉണ്ടാകണം. നമ്മുടെ വാക്കുകൾക്കൊരു ജ്ഞാനമുണ്ടാകണം. ആളുകൾ നമ്മളെ ബഹുമാനിക്കുകയും വില കൽപ്പിക്കുകയും ചെയ്യണമെങ്കിൽ നമ്മൾ ലീഡറായി തീരണം. ഇതിനുള്ള ആലോചന, ഇതെങ്ങനെയാണെന്നുള്ള ആലോചന നമുക്ക് ലഭിക്കുന്നത് കർത്താവിൽ നിന്നാണ്. മനസ്സ് പലപ്പോഴും നെഗറ്റീവായി തീരും അല്ലേ? ചില സമയത്ത് എപ്പോഴും നെഗറ്റീവ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. നമുക്കറിയാം, ഗ്ലാസ്സിനകത്ത് 1/2 ഗ്ലാസ് വെള്ളം ഉണ്ടെങ്കിൽ നമ്മളെന്ത് പറയും? ചിലർ പറയും 1/2 ഗ്ലാസ് വെള്ളമുണ്ടല്ലോ, ചിലർ പറയും 1/2 ഗ്ലാസ് വെള്ളമേ ഉള്ളോ. 2 രീതിയിലും നമുക്കതിനെ പറയാം. 2 ഡോറുള്ളത്, ഒരു ഡോറെ തുറന്നിട്ടിട്ടുള്ളെങ്കിൽ ചിലർ പറയും ഒരു ഡോറ് തുറന്നിട്ടിട്ടുണ്ട് നമുക്ക് കയറാം. ഇതെന്താ ഒരു ഡോറെ തുറന്നിട്ടിട്ടുള്ള, 2 നിങ്ങൾക്ക് തുറന്നിട്ടാൽ എന്താ? ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. നമ്മൾ ഓരോന്നിനെ കാണുന്ന വീക്ഷിക്കുന്ന രീതികളാണത്. അപ്പോൾ എവിടെ പോയാലും നമ്മുടെ വീക്ഷണം, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് ഓരോ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഒരു കടയിൽ പോയാൽ, ഒരു പ്രാർത്ഥനയ്ക്ക് വന്നാൽ, ഒരു വീട്ടിൽ പോയാൽ, എവിടെ പോയാലും നമ്മുടെ മനോഭാവം അനുസരിച്ച് നമുക്കവിടെ വീക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ നെഗറ്റീവായിട്ടുള്ള വീക്ഷണങ്ങളെല്ലാം നമ്മളിൽ നിന്ന് മാറണമെങ്കിൽ കർത്താവിൻ്റെ ആലോചന നമുക്കുണ്ടായിരിക്കണം. എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിപ്പാൻ, നല്ല കാര്യങ്ങളെ ചിന്തിപ്പാൻ, നല്ല കാര്യങ്ങളുമായിട്ട് മനസ്സിനെ നിറയ്ക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അതാണ് പറഞ്ഞത്, ആലോചനകളെ പറഞ്ഞു തരാം. ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തിയെ തരും. ചില ദിവസം നമ്മൾ ക്ഷീണിച്ച് കുഴഞ്ഞു പോയെങ്കിൽ, മാനസികമായി തകർന്നു പോയെങ്കിൽ, യാതൊന്നും ചെയ്യാനുള്ള ഒരു മനസ്സില്ലാതായെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആലോചന നമുക്ക് തരുവാൻ തക്കവണ്ണം ഇടയാകും. നമ്മൾ പലപ്പോഴും പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യം, കർത്താവ് ചെയ്യുന്ന കാര്യം, അതെങ്ങനെ നടത്തണമെന്നുള്ള ആലോചന തരികയും നമ്മൾ ചെയ്യുകയും ചെയ്യണം. നമ്മൾ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് എല്ലാം മാറ്റം വരുത്തി എല്ലാ അത്ഭുതങ്ങൾ ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് അങ്ങനെ ചെയ്യുന്ന ആളല്ല, അതിനുള്ള വഴികളെ പറഞ്ഞു തരും. അതിനുള്ളത് വായിക്കാൻ തക്കവണ്ണം ഇടയാകും, അല്ല അതുള്ള പ്രസംഗം കേൾക്കാൻ തക്കവണ്ണം ഇടയാകും. അങ്ങനെ നമ്മുടെ ജീവിതത്തെ മാറ്റാൻ തക്കവണ്ണം ഇടയാകും. അതുപോലെ തന്നെ കണ്ടു പഠിപ്പാൻ തക്കവണ്ണം പേഴ്സണാലിറ്റികളെ, വ്യക്തികളെ, നന്നായിട്ട് ജീവിക്കുന്നവരുമായിട്ട് സഹകരിപ്പാൻ, അപ്പോൾ അവരെ കണ്ട് നമ്മുടെ ജീവിതത്തിന് മാറ്റങ്ങളെ ഉണ്ടാകുവാൻ തക്കവണ്ണം അത്തരം ബന്ധങ്ങളെ തരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് സഹായിക്കും. അതാണ് ഈ വചനത്തിൻ്റെ അർത്ഥം. ഞാൻ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴിയെ കാണിച്ചു തരും, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരാം. പാപത്തെ ന്യായീകരിച്ച് നമ്മൾ ഇരിപ്പാനായിട്ട് ഇടയാകരുത്. ഒരു വിശ്വാസി പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവരായിരിക്കണം. പാപ സ്വഭാവങ്ങൾ പിശാചിന് ഇടം തരും. അതുപോലെ തന്നെയാണ് പാപമുള്ളവരോട് നിരന്തരമായിട്ടുള്ള നമ്മുടെ സംസർഗം നമ്മളെയും പാപത്തിലേക്ക് നയിപ്പാൻ തക്കവണ്ണം ഇടയാകും. നമ്മളോർക്കും നമുക്ക് സൂക്ഷിക്കാൻ പറ്റും, ഞങ്ങളുടെ കൂടെ ദൈവമുണ്ട്, എന്നാൽ നിരന്തരമായി അവരോടുള്ള ഇടപെടലുകൾ നമ്മുടെ സംസാരത്തെ, നമ്മുടെ ചിന്തയെ സ്വാധീനിച്ച് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ അവർ സംസാരിക്കുക ഇടപെട്ടതുപോലെ നമ്മൾ ഇടപെടുവാനും സംസാരിപ്പാനും ഇടയാകും. അതുകൊണ്ട് പാപ സ്വഭാവമുള്ളവരോടുകൂടെ ഉള്ള നമ്മുടെ
കൂട്ടുകെട്ടുകളെയും നമ്മൾ സൂക്ഷിപ്പാൻ തക്കവണ്ണം ഇടയാകണം. അബ്രഹാം ലോത്തിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോത്ത് നല്ല സ്ഥലം നോക്കി, സ്വതം നോക്കിപ്പോയി. എന്നാൽ അവിടെ ജീവിക്കുന്നവരെല്ലാവരും പാപ സ്വഭാവമുള്ളവരായിരുന്നു, പാപികളായിരുന്നു. ലോത്തോർത്ത് എനിക്ക് ജീവിക്കാൻ പറ്റുമോ? ഞാൻ അബ്രഹാമിൻ്റെ കൂടെ നടന്നതല്ലേ, ഞാൻ അബ്രഹാമിൻ്റെ ദൈവത്തെ കണ്ടതല്ലേ, അവിടെ പോയി ജീവിച്ച് എനിക്കൊരു കുഴപ്പവും ഉണ്ടാകത്തില്ല എന്ന്. എന്നാൽ അബ്രഹാം ലോത്ത് അവിടെ ഉണ്ട്. ഏറ്റവും നല്ല സ്ഥലം, ഏദൻ തോട്ടം പോലുള്ള സ്ഥലം. ഇടയ്ക്കിടയ്ക്കൊന്ന് ടൂർ പോയി കാണാമായിരുന്നു അബ്രഹാമിന്. ലോത്തിൻ്റെ വീട്ടിൽ പോയി താമസിക്കുകയും അവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കാണാം, നമ്മൾ ടൂറിന് പോകുന്ന പോലെ. ഇതൊന്നും അബ്രഹാം ചെയ്തില്ല, സംസർഗത്തിന് പോയില്ല. നീ ഇടത്തോട്ട് പോയിക്കോ, വലത്തോട്ട് ഞാൻ പൊക്കോളാം, നീ വലത്തോട്ട് പോയാൽ ഞാൻ ഇടത്തോട്ടും പൊക്കോളാം. എന്നാൽ ലോത്തിനൊരാവശ്യം വന്നപ്പോൾ അബ്രഹാം സഹായിച്ചു. എന്നാൽ കൂട്ടുകൂടാനോ സംസർഗത്തിൽ ഏർപ്പെടാനോ അവരുടെ വീട്ടിൽ പോയി ഒരാഴ്ച താമസിക്കാനോ അവിടുത്തെ സൈറ്റ് സീയിങ്ങിന് പോകാനോ അബ്രഹാം ചെയ്തില്ല. കാരണം അബ്രഹാമിൻ്റെ വിളി വലുതാണ്. ദൈവമായിട്ടുള്ള ബന്ധമാണ് ലോത്തിനോടുള്ള ബന്ധത്തെക്കാട്ടിലും കൂടുതൽ അബ്രഹാം വില മതിച്ചത്. ദൈവത്തോടുള്ള വിളി, ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് നമ്മൾ വില കൽപ്പിക്കുമ്പോഴാണ് ഈ ലോകത്തുള്ള ആരോടാണേലും അവരിൽ പാപ സ്വഭാവം ഉണ്ടെങ്കിൽ നീങ്ങാൻ തക്കവണ്ണം നമ്മളെ തന്നെ സൂക്ഷിപ്പാൻ തക്കവണ്ണം ഇടയാകത്തുള്ളൂ. പഴയ നിയമത്തിലെ പാപങ്ങളല്ല പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന പാപങ്ങൾ. ഗലാത്യർ നമുക്കറിയാം 5:19, കൊലോസ്യ 3:3 അധ്യായത്തിലെല്ലാം എഴുതിയിട്ടുണ്ട്. ഉയരത്തിലുള്ളത് ചിന്തിക്കണമെന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. ഗലാത്യർ 5:19 പറയുന്നുണ്ട്, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ചാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. ഇതിൽ പുറമേ നമുക്ക് കാണാൻ പറ്റുന്ന പാപങ്ങളാണ് വിഗ്രഹാരാധന, മദ്യപാനം, വെറിക്കൂത്ത്. ഇതൊക്കെ വേറെ ഒരാൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ നമ്മൾ പറയും പാപമാണെന്ന് പറയും. എന്നാൽ നമ്മുടെ ഉള്ളിൽ മനസ്സിലുള്ള പാപങ്ങളാണ് ദുഷ്കാമം, അശുദ്ധി, ദുർനടപ്പ് പുറത്തും യേശു പറഞ്ഞു സ്ത്രീയെ നോക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ മനസ്സിൻ്റെ പുതിയ നിയമത്തിൽ വരുമ്പോൾ മനസ്സിനെ തന്നെ യേശു പറയുകയാണ്. ഒത്തിരി പേർക്ക് വാട്സപ്പ്, ഫേസ്ബുക്ക് മുതലായ മേഖലകളിൽ ഡിലീറ്റ് ചെയ്യേണ്ടതായ ചാറ്റുകൾ ചെയ്യുന്ന ആളുകളുണ്ട്. ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാര്യ കാണാൻ പാടില്ലാത്ത, ഭർത്താവ് കാണാൻ പാടില്ലാത്ത, അതൊന്നും പുറമേ പ്രവൃത്തിയിൽ ചെയ്യുന്നതല്ല, ആരും അറിയാതെ രഹസ്യമായി ചെയ്യുന്ന പല പാപങ്ങളും കൊണ്ടേ നടക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ വീഡിയോസ് കാണുക, വൃത്തികേട് ഇത്തരം വീഡിയോസ്, ദുഷ്കാമം നമുക്കുള്ളത് കൊണ്ട് ആരും അറിയത്തില്ല. നമ്മുടെ വീഡിയോ നമ്മുടെ മൊബൈലിൽ കാണുമ്പോൾ അറിയത്തില്ല. എന്നാൽ ഇതെല്ലാം നമ്മളെ ദൈവവുമായിട്ടുള്ള പുതിയ നിയമത്തിൽ വരുമ്പോൾ ബന്ധത്തിൽ നിന്ന് നമ്മളെ തകർക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഭിന്നത, ക്രോധം, പക മനസ്സിൻ്റെ അവസ്ഥയെ വേറെ ആർക്കും അറിയാൻ പറ്റത്തില്ല. പിണക്കം, അസൂയ. ആർക്കെങ്കിലും അറിയാവോ? എനിക്ക് അസൂയ നിങ്ങൾ എത്ര പേരോടുണ്ട് നിങ്ങൾക്ക് പറയാവോ? ആർക്കും അറിയത്തില്ല. ഇതൊന്നും പുറമേ കാണാൻ പറ്റാത്ത പാപങ്ങളാണ്. അതുപോലെ തന്നെ കൊലോസ്യ 3 പറയുന്നുണ്ട്, നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിക്കണം, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കെന്ന് പറഞ്ഞിട്ട് അവിടെ ചില പാപങ്ങളെ പറയുന്നുണ്ട്. നിങ്ങളുടെ അവയവങ്ങളെ, ഈ പാപം ചെയ്യുന്ന നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കണമെന്ന്. കോപം, ക്രോധം, ഈർഷ്യ എന്ന് പറഞ്ഞാൽ മൂഡ് സ്വിങ്സ്, ഒരു മൂഡില്ലേ ഇന്ന്. ഞാൻ പറയുന്നത് ഏറ്റവും അധികം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തോട്, അല്ലാതെ പുറത്തല്ല, അയൽവക്കക്കാരോടോ ഒന്നും അല്ല. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെയാണ് ഏറ്റവും അധികം സഫർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് കോപമുണ്ടെങ്കിൽ ഏറ്റവും അധികം കോപിക്കുന്ന ആരോടായിരിക്കും? പോലീസ് സ്റ്റേഷനിൽ പോയി ആരെങ്കിലും കോപിക്കുമോ? നമ്മുടെ കുഞ്ഞുങ്ങളാണ് സഫർ ചെയ്യാൻ പോകുന്നത്. അവരുടെ ആത്മീയ ജീവിതമാണ് സഫർ ചെയ്യാൻ പോകുന്നത്. ഈർഷ്യ എന്ന് പറഞ്ഞാൽ ഇന്നൊരു മൂഡില്ല, ഒരു മൂഡില്ല. പിന്നെ അന്ന് ആര് വന്നാലും നമുക്ക് അസ്വസ്ഥത, നമ്മുടെ വിവാഹം, ജീവിത പങ്കാളി, മക്കളെ, മാതാപിതാക്കളെ, ഇവരോടൊക്കെയാണ് നമ്മൾ ഏറ്റവും അധികം പാപം ചെയ്യുന്നതെന്ന് എനിക്കിന്ന് ഇത് ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്.
ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹ ആരാധനയായ അത്യാഗ്രഹം, ഗ്രീഡിനസ്, സത്യാഗ്രഹത്തെ, പണത്തോടുള്ള ആർത്തി, ഭൂമിയിലെ വസ്തുക്കളോടുള്ള ആർത്തി, ഇതെല്ലാം വിഗ്രഹാരാധനയ്ക്ക് തുല്യമായിട്ടാണ് ബൈബിള് പറയുന്നത്. ഇതിലെന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും 1 തൊട്ട് 10 വരെ നമ്മളൊരളവ് പറഞ്ഞാൽ എനിക്കൊരു 5 ഉണ്ട് അല്ലെ 6 ഉണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ദൈവസേന ഏറ്റു പറയണം. കർത്താവ് സഹായിക്കും. ഇതുകൊണ്ട് നമ്മൾ നടക്കേണ്ട കാര്യമില്ല. ഇത് ഉപേക്ഷിക്കാൻ തക്കോണം, ഇതിനെ മരപ്പിക്കാൻ. കൊലോസ്യർ പറയുന്നത് ഇത് പഴയ മനുഷ്യൻ്റെ സ്വഭാവമാണ്, ഇത് പാപ സ്വഭാവം, ഇത് ആദാമ്യ പാപത്തിൽ നിന്ന് വന്ന സ്വഭാവങ്ങളാണ്. ഇത് കൊണ്ടേ നടക്കരുത്. ഇത് നമ്മുടെ അവയവങ്ങളെ ഉപയോഗിക്കുകയും അപ്പോൾ തന്നെ നമ്മൾ ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും രണ്ടും കൂടെ നടക്കുമ്പോൾ കർത്താവിന് നമ്മളിൽ ഇടപെടാൻ പറ്റാതെയാകുന്നോ, പിശാചിന് നമ്മുടെ ജീവിതത്തിൽ ഇടം കിട്ടുവാൻ തക്കോണം ഇടയാകുന്നു. അതുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ വിഷയങ്ങളെല്ലാം വെച്ച് പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. 32 വീണ്ടും വരാം നമുക്ക്. അപ്പോൾ ആദ്യം പാപത്തെപ്പറ്റി പറയുന്ന ആദ്യത്തെ ഭാഗത്ത്. രണ്ടാമത്തെ ഭാഗം വരുമ്പോൾ പാപം മറച്ചു വെക്കുക. എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങളാരും അറിയരുത്, അത് ആരും അറിയണ്ട, ദൈവം അറിയണ്ട, അതൊന്നും കുഴപ്പമില്ല, ഞാൻ ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്, ഞാൻ ശുശ്രൂഷയിലിരിക്കുന്ന ആളാണ്, ആരും അറിയണ്ട എന്ന് വിചാരിക്കുന്ന രണ്ടാം ഭാഗം. മൂന്നാം ഭാഗത്ത് വരുമ്പോൾ പാപം നിറഞ്ഞ് കവിഞ്ഞ് ഇതെല്ലാം കൂടെ ദൈവവുമായിട്ട് ബന്ധം നഷ്ടപ്പെട്ടപ്പോൾ രോഗങ്ങൾ വരുന്നു, അസ്വസ്ഥതകൾ വരുന്നു, ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാകുന്നു. നാലാം ഭാഗത്ത് വരുമ്പോൾ ദാവീദ് ഓടിപ്പോയി ദൈവസന്നിധിയിലേക്ക് പോയി ഏറ്റുപറഞ്ഞ പാപങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു, ദൈവം ക്ഷമിക്കുന്നു. അഞ്ചാമത്തെ ഭാഗത്ത് വരുമ്പോൾ ദൈവം ക്ഷമിച്ചു കഴിഞ്ഞപ്പോൾ അനുഗ്രഹങ്ങളെ തരികയാണ്. ഇതാണ് പ്രോസ്പെറിറ്റി, ശുഭമത എന്ന് പറയുന്നത്. ഇതാണ് ദൈവിക അനുഗ്രഹം എന്ന് പറയുന്നത്. ലോകത്തിൽ കിട്ടാൻ പറ്റാത്ത അനുഗ്രഹങ്ങളെ ദൈവം നമുക്ക് തരുന്നത് അവിടെ പറയുന്നു. അടുത്ത ഭാഗത്ത് വരുമ്പോൾ ആറാമത് പറയുമ്പോൾ 9ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയും കോവർ കഴുതയും പോലെ ആകരുത്, അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു, അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകുകയില്ല. നിങ്ങൾ ബുദ്ധിയില്ലാത്തവരാണോ അല്ലയോ എന്ന് ഇപ്പം അറിയാൻ പറ്റും. നമുക്കറിയാം ആനയൊക്കെ എങ്ങനെയാണ് മെരുക്കുന്നത്. അടിച്ചടിച്ചടിച്ച് വേദനിപ്പിച്ച് ആ ഒരു തോട്ടി അവിടെ വെച്ചാൽ മതി, ആന പിന്നെ അനങ്ങത്തില്ല. അപ്പോൾ ഒരു തടിയെടുക്കാൻ പറഞ്ഞാൽ ആന അനങ്ങത്തില്ല. പിന്നെ അതിനെ ഇട്ട് അടിച്ചടിച്ചടിച്ച് അതിനെ കുത്തി, ചില ആനയുടെ പുറകിലും മുറിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം, വേദനിപ്പിച്ച് അന്നേരം അതനുസരിക്കും. കുതിരയൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? അല്ല, പശുവുണ്ട്, ചില പശുവിനെ എന്ത് ചെയ്യണം, നമ്മളെ കയറ് മൂക്കിനകത്തൂടെ ഇട്ട്, അല്ലെങ്കിൽ മൂക്കിനകത്ത് നമ്മൾ ഇടുവോ? ഈ പശു അനുസരിക്കത്തില്ല. അപ്പം മൂക്കുകാറിട്ട് ഒറ്റ വലി വലിക്കുമ്പോൾ മൂക്ക് വേനെടുത്തില്ലെങ്കിൽ ആ പശു അനങ്ങത്തില്ല, വരത്തുമില്ല, വിളിച്ചാൽ അനങ്ങത്തുമില്ല, ഇങ്ങോട്ട് വലിച്ചാൽ അങ്ങോട്ട് പോകും. മര്യാദ ഇരിക്കുന്ന പശുവാണെങ്കിൽ മൂക്കുകയറിടണോ? വേണ്ട. കുതിര ഇതേപോലെ മൂക്കുകയറിട്ട് കെട്ടി, എന്നാലേ കുതിര ഇവർ പറയുന്ന സ്പീഡിൽ അത് മനുഷ്യരെയും വെച്ചോണ്ട് പോകത്തുള്ളൂ. ഇല്ലെങ്കിൽ അത് ചാടി ചാടി അതിന് ഇഷ്ടമുള്ളിടത്തോളം അതിവേഗം മേളിലിരിക്കുന്ന ആളെ തള്ളിയിടണം അതിനെ. ആ മാതിരി അത് ഓടും. അപ്പോൾ ഈ കയറെ പിടിച്ചൊരു വലിക്കുമ്പോൾ മൂക്ക് വേദന എടുക്കും. അപ്പം ആ കുതിര അവിടെ നിൽക്കും. കോവർ കഴുതയുടെ കാര്യം പറയണ്ട, അടിച്ചടിച്ചടിച്ചാലും അത് അനങ്ങത്തില്ല. അടിച്ചടിച്ചോടി അതിന് വേദന എടുത്ത് ഇനി ഒരു നിമിഷം പോലും ഒരു അടി പോലും കൊള്ളാൻ മേലാത്ത സമയമാകുമ്പോൾ അത് നടക്കാൻ തുടങ്ങും. ഇവിടെ ദാവീദ് പറയാണ്, നിങ്ങൾ ബുദ്ധിയില്ലാത്തവരെ പോലെ. ഇവർക്ക് ആദ്യമേ അനുസരിച്ചാൽ പോരെ? ഈ കഴുതയ്ക്കും ആനയ്ക്കും കുതിരയ്ക്കും പശുവിനും ഒക്കെ ആദ്യമേ അനുസരിച്ചാൽ എന്താ പ്രശ്നം? നമ്മൾ എത്ര സ്നേഹത്തോടെ അവരെ കൊണ്ടേ നടന്നേനെ. പശുവിനെയൊക്കെ തലോടി കൊണ്ടേ നടക്കത്തില്ല എന്നോ? അനുസരിക്കത്തില്ല. ഇതുപോലെ നിങ്ങൾ ബുദ്ധിയില്ലാത്ത കോവർ കഴുതയെപ്പോലെ ഇടിക്കുവാണെങ്കിൽ ദൈവത്തിന് മൂക്കുകയറിടേണ്ടി വരുമെന്ന്. ലംഘനങ്ങളും പാപങ്ങളും അകൃത്യങ്ങളും അതിക്രമങ്ങളെയും ഏറ്റുപറയാതെ അതെല്ലാം ന്യായീകരിച്ച് എൻ്റെ കുഴപ്പം കൊണ്ടല്ല, ഇത് എൻ്റെ വീട്ടിലുള്ള മറ്റുള്ളവരുടെ കുഴപ്പം കൊണ്ടാണെന്നും മറ്റവരാണെന്നും ബാക്കിയുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കാണുകയും
ബാക്കിയുള്ളവരെ പറ്റി അഭിപ്രായം പറയും. നമ്മുടെ അവയവങ്ങളെ ഇതിനു വേണ്ടിയെല്ലാം നെഗറ്റിവിറ്റിക്ക് ഉപയോഗിക്കുകയും ഒരു ലീഡറാകാൻ വിളിച്ചിട്ട് ഒരു അനുയായി പോയിട്ട് ഒരു സാധാരണപ്പെട്ട ഒരു ആളായിട്ട് ജീവിക്കാതെ ഒരു അടിമയെ പോലും ഒന്നിനും പ്രയോജനമില്ലാത്ത ആളായിട്ട് ജീവിക്കുകയൊക്കെ ചെയ്താൽ ഇതുപോലെ ചമയങ്ങളെ ഇട്ടുകൊണ്ട് ദൈവത്തിന് പിടിച്ചു വലിക്കേണ്ടതായിട്ട് വരുന്ന അവസ്ഥയിലേക്ക് എത്തും. അതിനിടം കൊടുക്കരുത്. അതിന് മുമ്പ് തന്നെ ഇത് നിമിത്തം ഓരോ ഭക്തനും തൻ്റെ അകൃത്യങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയാനുള്ള അവസരങ്ങളെ ദൈവം തരികയാണ്. അപ്പോൾ വെള്ളം കവിഞ്ഞ് വരുമ്പോൾ നിൻ്റെ അടുക്കൽ എത്തത്തില്ല. അല്ലെങ്കിൽ നീ ഇതിനെ പോലെ വെള്ളം വരുമ്പോൾ അതിൽ ഒലിച്ചു പോകുന്ന ഒരാളായി മാറേണ്ടതായിട്ട് വരും. ഇസ്രായേൽ ജനമെല്ലാം അങ്ങനെ ചെയ്ത് ജീവിച്ചവരായിരുന്നു. ദൈവത്തിന് അവരെയെല്ലാം നിരന്തരമായി ഡിസിപ്ലിൻ ചെയ്യേണ്ടതായിട്ട് വന്നു, അച്ചടക്കം പഠിപ്പിക്കേണ്ടതായിട്ട് വന്നു, ശിക്ഷകൾ കൊടുക്കേണ്ടതായിട്ട് വന്നു. മുഖപ്പട്ടയും ഇതുവല്ല ഇട്ട് സ്വാധീനമുണ്ടാകാത്തവരെ പോലെ അഡമൻ്റ് ആയിരിക്കുന്നതിന് പകരം ദൈവത്തിന് കീഴടങ്ങുന്നവരായിരിക്കണം. ഇന്ന് പൽക്കാലം സമർപ്പിക്കാമോ?